കൊട്ടാരക്കര മുൻ MLA-യും CPM നേതാവുമായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിനെ രൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഐഷ പോറ്റിക്ക് അധികാരത്തിന്റെ അപകർഷണത്തിനായുള്ള അസുഖമായിരുന്നു എന്നാണ് MV ഗോവിന്ദൻ ആരോപിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച ലോക് ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് തിരുവനന്തപുരത്ത് MV ഗോവിന്ദൻ ഈ പരാമർശം നടത്തിയത്. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിസ്മയം തീർക്കൂത്രേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നു. അങ്ങനെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ആരെ പിടിച്ചത്? ഐഷ പോറ്റി. പ്രായമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് സതീശനും കൂട്ടനും കൂടി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് വിസ്മയം തീർക്കാൻ. ഒരു വിസ്മയവും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ പിടിച്ചു. ആർക്കും ഓർമ്മയില്ല, ആരും അറിയുന്നില്ല. അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ്. അസുഖം എന്താണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി. ആ അസുഖം അധികാരത്തിന്റെ അപ്പകർഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നുമായിരുന്നില്ല. ഇപ്പോഴ് അവസാനം നിയമം മാറ്റി തീരുമാനിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇനി തരാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 60%, 40% കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ അതാത് സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ആ 40%. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം പോലുള്ള സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി തരേണ്ടുന്ന പണത്തിന് പകരം 2,500 കോടി റുപ്യ കേരളം ഗവൺമെന്റ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിന് എവിടെയാണ് ഈ പണം മാറ്റിവെക്കാനാവുക എന്നത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സംസ്ഥാനത്തിന്റെയും പ്രശ്നമാണ്. അവർക്ക് ഈ പണം മാറ്റിവെക്കാനാവില്ല. സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് ഈ പദ്ധതി മുഴുവൻ അവതാളത്തിലാവുകയാണ്, തകരുകയാണ്. അതില്ലായ്മ ചെയ്യാനാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ പ്രശ്നം. അപ്പൊ ചിലര് സമരവുമായിട്ട് വരുന്നുണ്ട്. പേര് മാറ്റിയതിനെ പറ്റിയാണ്. ഗാന്ധിയുടെ പേര് മാറ്റി രാമനാക്കിയിരിക്കുകയാണ്, രാംജി. അതിനുവേണ്ടി എന്തൊക്കെയാ വളച്ചു കെട്ടി പേരുണ്ടാക്കിയ അറിയോ? ഈ രാംജി വരാൻ ഈ RSS BJP എന്ന് പറയുന്നൊരു സീസ് ഉണ്ടല്ലോ, ഇത്ര ഞാൻ അത്രയും പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെറുതെ നാളെ പത്രത്തിൽ വാർത്ത വരും. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നിങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചത് ഈ പദ്ധതി കൂടി ചേർത്തുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ആകെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് മനുഷ്യരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്കായി. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ, അതിന്റെ ഭാഗമായിട്ടൊരു ചെറിയ സംസ്ഥാനം കേരളം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് മാറിയത്. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് 1,600 രൂപയായിരുന്നു പെൻഷൻ. ഇപ്പോഴത്രയും നിങ്ങൾക്ക് പെൻഷൻ ഇല്ല, എന്നാലും എത്രയും നിങ്ങളുടെ പെൻഷൻ 60 വയസ്സ് കഴിയുമ്പോഴല്ലേ വരിക. 60 വയസ്സ് കഴിഞ്ഞവരുണ്ട് കുറച്ചല്ലേ, കുറച്ചാളുണ്ട്. ഉണ്ട്, അവിടെയുണ്ട്. ഇപ്പൊ എത്രയും 2,000. ഈ 2,000 രൂപ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും പറഞ്ഞു, മുന്നണിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പോ അതിദാരിദ്ര്യമാണ് അവസാനിച്ചത്. എന്താ അവസാനിച്ചില്ല? അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. എന്താ അവസാനിച്ചില്ല? ദാരിദ്ര്യം അവസാനിച്ചില്ല. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താ? ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കണം. ദാരിദ്ര്യം അവസാനിപ്പിക്കണമെങ്കിൽ 1,600 രൂപ കൊടുത്തവർക്ക് എത്ര കൊടുക്കണം? 2,000 കൊടുക്കണം. വേണ്ടേ? 2,000 രൂപ കൊടുക്കണം. ആ 2,000 മാത്രം മതിയോ? പോരാ. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഓരോ കൊല്ലവും ഏതാണ്ട് 75,000 കോടി രൂപ പ്രകാരം തരാൻ ബാക്കിയാണ്. 75,000 കോടി ഓരോ കൊല്ലവും ഗവൺമെന്റ് തരുന്നില്ല.